എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ചെയ്യുക. എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കിങ്സ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഷൈൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി നിത്യാഞ്ജലിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങളെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഒരിക്കൽ കൂടി നമ്മുടെ 78ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തത് നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ്. അതിനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഷൈൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, നല്ലവരായ കിങ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ, നമ്മളിപ്പോൾ 3ാമത്തെ വർഷമാണ് ഇതുപോലെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരുന്നത്. ഇന്ന് രാജ്യം എമ്പാടും 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം കൊണ്ടാടുകയാണ്. ഈ വേളയിൽ നമ്മൾ നമ്മുടെ പൂർവികരെ സ്മരിക്കേണ്ടതായിട്ടുള്ള കാര്യം അത്യാവശ്യമാണ്. ഇന്ന് നമ്മളിവിടെ കൂടി നിൽക്കാനും നമ്മൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്താനും ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ പൂർവികരാണ്. അവരെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്നില്ല, ചെറിയ ക്ലാസ്സിൽ തൊട്ട് എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളാണ്. മഹാത്മാഗാന്ധി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, എല്ലാവരെ പറ്റിയും എല്ലാവർക്കും അറിയാം. ഈ സ്വാതന്ത്ര്യദിന വേളയിൽ നിങ്ങൾക്കായിട്ട് ഒരു 1-2 മെസ്സേജ് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളുടെ രാജ്യം വളരണമെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരാണ് ഈ രാജ്യത്തിന് മാതൃകയായിട്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സമൂഹം എന്ന് പറയുന്നത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ കുട്ടികളെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാളുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളെല്ലാവരും ജാഗരൂകരായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ തീവ്രവാദ മനോഭാവത്തിൽ കുറച്ച് വ്യക്തികൾ യങ്സ്റ്റേഴ്സിനെ വശീകരിച്ച് ലവ് ജിഹാദ്, അങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മുടെ രാജ്യസ്നേഹത്തിന് വിപരീതമായിട്ട് ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഇങ്ങനെയുള്ള ഈ വേളയിൽ നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെയുള്ള ചെറുപ്പക്കാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നിങ്ങൾ അങ്ങനെ വഴിതെറ്റി പോകരുത്. നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുക. രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം മുൻനിർത്തി ഓരോ വ്യക്തികളും രാജ്യസേവനം ചെയ്യുക. രാജ്യസേവനം എന്ന് പറയുമ്പോൾ എല്ലാവരും ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ പോയിട്ട് രാജ്യസേവനം ചെയ്യാനായിട്ട് പറ്റില്ല. ഈ രാജ്യസേവനം എന്ന് പറയുന്നത് നമ്മൾ മുഴുകിയിരിക്കുന്ന തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതും ഒരു രാജ്യസേവനമാണ്. നമ്മൾ ഏത് നിലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ ജോലിയോടുള്ള ആത്മാർത്ഥത, പിന്നെ സഹവർത്തിത്വം, സാഹോദര്യം, ഇതെല്ലാം രാജ്യസ്നേഹത്തിന്റെ ഒരു ഘടകങ്ങളാണ്. അപ്പോൾ സ്നേഹത്തിലും ഐക്യത്തിലും നമ്മുടെ ഇന്ത്യ ഇന്ന് വരെ 1947 ശേഷം ഈ 78 വർഷം പിന്നിടുമ്പോൾ ഏത് നിലയിൽ വളർന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗ്ന സത്യമാണ്. വെറും കരിമ്പൻ ചണ്ടി പോലെ നമ്മളെ വലിച്ചെറിഞ്ഞു പോയ ബ്രിട്ടീഷുകാരുടെ ആ ആധിപത്യത്തിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് എല്ലാ മേഖലകളിലും ഇന്ന് രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം നമ്മളുടെ ഈ ഇന്ത്യക്കാർ ഓരോരുത്തരും ശ്രമിച്ചതിന്റെ പേരിലാണ് നമ്മളിന്ന് ഈ വളർന്നു നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞ് അടുത്തത് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ്. അതിക്ക് മുന്നേ ഒരു 3 പ്രാവശ്യം ഭാരതമാതാക്ക് വിളിക്കാം. അതിനുശേഷം നമുക്ക്
ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്താം. ഭാരത മാതാ കി ഭാരത മാതാ കി ഭാരത മാതാ കി. सारे जहां से अच्छा हिंदुस्तां हमारा हमारा, सारे जहां से अच्छा हिंदुस्तां हमारा. हम बुलबुले हैं इसकी, ये गुलसितां हमारा हमारा, सारे जहां. സത്യപ്രതിജ്ഞ ചെല്ലുതരും. എല്ലാവരും ഏറ്റു ചെല്ലുക. കൈ നിവർത്തി പിടിച്ചിട്ടാണ് സത്യം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തെ എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും.